ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. വളരെ കൃത്യമായി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് SIT കടന്നു പോകുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇവിടുത്തെ വിഷയം 2019 ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അത് പല ഘട്ടങ്ങളിലായി നടന്ന പല കവർച്ചകളുണ്ട്. ശരിക്കും കവർച്ച തന്നെയാണ്. ഇവിടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് 2019 വിഷയമാണ്. ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടു. അതായത് ശ്രീകോവിലിൻ്റെ വാതിലുകളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടു. അതുപോലെ ശ്രീകോവിലിൻ്റെ വാതിൽ പിടിപ്പിച്ചിരുന്ന ആ കട്ടിള പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടു. താഴികക്കുടം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൊടിമരത്തിൻ്റെ മുകളിൽ ഇരുന്ന സ്വർണത്തിലുള്ള വാജിവാഹനം നഷ്ടപ്പെട്ടു. ഈ വാജിവാഹനം തൻ്റെ വീട്ടിലുണ്ട് എന്ന് തന്ത്രി രാജീവർ കണ്ഠരര് പറയുന്നുണ്ട്. അതെടുത്തുകൊണ്ട് പോകാൻ, അതെടുത്ത് ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ ഞാൻ ദേവസ്വം അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും അവർ അത് ചെയ്യുന്നില്ല എന്നാണ് തന്ത്രിയുടെ പരാതി. എന്തുകൊണ്ട് ഇത് ആദ്യമേ തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി ഇത് എന്തുകൊണ്ട് ദേവസ്വം കസ്റ്റഡിയിൽ ഏൽപ്പിച്ചില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് തന്ത്രി മറുപടി പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ 2019 ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിലാണ് കുരുക്ക് മുറുകിയിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനോ അന്ന് അംഗങ്ങളായിരുന്ന ആൾക്കാർക്കോ ശങ്കരദാസിനോ അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളിനോ സാധിക്കില്ല. അതുപോലെ തന്നെ അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീക്കും കുരുക്ക് മുറുകിയിരിക്കുകയാണ്. കാരണം മിനിറ്റ്സ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന ചെമ്പ് പാളി, ചെമ്പ് തകിടുകൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാം എന്ന് വ്യക്തമായിട്ട് മിനിറ്റ്സ് ബുക്കിൽ എഴുതിയിരുന്നു. അതിൻ്റെ വാചകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാകട്ടെ ജയശ്രീയുടെ കയ്യക്ഷരത്തിലല്ല, മറ്റൊരാളിൻ്റെ കയ്യക്ഷരമാണ് അത് എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ആരുടെ കയ്യക്ഷരമാണ് എന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ജയശ്രീ പറയേണ്ടതാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അത് പത്മകുമാറിൻ്റെ കയ്യക്ഷരമാണ് എന്ന് SITക്ക് വ്യക്തമായിട്ടുണ്ട്. ഞാൻ ആ വാക്കുകളിലേക്ക് വരാം. അതായത് ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരം 2019 ജൂലൈ 5 ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന S. ജയശ്രീ തയ്യാറാക്കിയ ROC 9097/195/M നമ്പർ ഉത്തരവിൽ കടന്നുകൂടിയ അധിക വാചകമാണ് അവരെ പ്രതിസ്ഥാനത്ത് എത്തിച്ചത്. കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ഉത്തരവ് പ്രകാരം ഉള്ള വിഷയത്തിൽ അവർ എന്താണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നതെന്നും കൂടി ഞാൻ പറയാം. പ്രധാന കുറിപ്പിൽ ദ്വാരപാലക കവചങ്ങളെ, ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന ലോഹത്തകിട്, അതെന്ത് തന്നെ ആകട്ടെ, സ്വർണമോ ചെമ്പോ എന്തോ ആകട്ടെ, അത് ആ കവചങ്ങളെ ചെമ്പ് പാളികൾ എന്നാണ് വിശേഷണമെങ്കിലും ചെമ്പ് പാളികളും ചെമ്പ് തകിടുകളും ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിന് എന്ന അധിക വാചകം എഴുതി ചേർത്തു. ഇത് ആരുടെ കയ്യക്ഷരമാണ് എന്ന് SIT അന്വേഷിച്ചപ്പോഴാണ് ഇത് ജയശ്രീയുടെ കയ്യക്ഷരമല്ല എന്ന് തിരിച്ചറിയുന്നത്. ഈ കയ്യക്ഷരം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിൻ്റെതാണ്. പത്മകുമാറാണ് ഇത് എഴുതി ചേർത്തത്. അപ്പോൾ ആ യോഗത്തിൽ എന്തോ ഒരു തർക്കമുണ്ടായി, ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടായി. ഒരു പക്ഷേ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ എതിർപ്പ് പറഞ്ഞു കാണും. എന്നാൽ സാറ് തന്നെ ഇത് എഴുതി ചേർക്ക് എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട് കാണും. അങ്ങനെ പത്മകുമാർ എഴുതിയതായിരിക്കും എന്ന് SIT അനുമാനിക്കുന്നു. എന്തായാലും ഈ ഒരു വാചകം ഇത് ബോർഡ് തീരുമാനപ്രകാരം വന്നതാണോ അല്ലയോ എന്നും ഇപ്പോൾ സംശയമുണ്ട്. അതായത് ഈ ബോർഡിലെ
പ്രസിഡന്റും 2 അംഗങ്ങളും സെക്രട്ടറിയും ഉണ്ട്. അവരുടെ ആ ഭരണസമിതി ചേർന്നെടുത്ത ഒരു തീരുമാനമാണോ, ഇത് അവിടെ വെച്ച് തന്നെ എഴുതിയതാണോ, അതോ പിന്നീട് മിനിറ്റ്സ് ബുക്ക് അവിടുന്ന് മാറ്റിയതിനു ശേഷം തൻ്റെ അധികാരം ഉപയോഗിച്ച് അധികാരപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ എഴുതി ചേർത്തതാണോ രണ്ടാമത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും പത്മകുമാർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. പത്മകുമാറിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. പല കാര്യങ്ങളും പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പലതും പറയാനുമുണ്ട്. പത്മകുമാറിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ജയശ്രീ ഈ പറഞ്ഞതുപോലെ അധികമായി എഴുതി ചേർത്തത് ആര് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കാരണം മിനിറ്റ്സ് ബുക്ക് ജയശ്രീയുടെ കസ്റ്റഡിയിലാണ്, ജയശ്രീയുടെ അധികാരത്തിന് കീഴിലാണ്. അത് മറ്റാരുടെയെങ്കിലും കൈവശം പോയിട്ടുണ്ടെങ്കിൽ അത് ജയശ്രീ അറിയാതെ പോവുകയില്ല. അങ്ങനെയെങ്കിൽ ജയശ്രീക്ക് അത് കൃത്യമായിട്ട് മൊഴി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജയശ്രീയെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ SITക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ജയശ്രീ നിയമ നടപടികളുമായിട്ട് ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കോടതി അതിന്മേൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, ജയശ്രീക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുമില്ല. ഇനി പന്ത് SITയുടെ കോർട്ടിലാണ്. SITക്ക് ജയശ്രീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് മൊഴി വാങ്ങാം. ജയശ്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SITക്ക് മുന്നോട്ട് പോകാം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 അംഗങ്ങളും ഇതിൽ പെടുമോ ഇല്ലയോ എന്നുള്ളത് ജയശ്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി പത്മകുമാർ റിമാൻഡിലാണ്. ചോദ്യം ചെയ്തപ്പോൾ നിരവധി കാര്യങ്ങൾ അദ്ദേഹം SITയോട് പറഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അങ്ങനെയെങ്കിൽ പത്മകുമാർ ഇനി പറയാനുള്ളത് എന്തൊക്കെയാണ്? സംസ്ഥാന നിയമസഭയിലെ തന്നെ ഉന്നതരായ ചില ആൾക്കാർക്കെതിരെ പത്മകുമാറിന് മൊഴി കൊടുക്കാനുണ്ട് എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പത്മകുമാറിനെതിരെ നടപടിയെടുക്കണം എന്ന വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അത് സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും വിട്ടു. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ, നമുക്ക് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല, നമ്മൾ നടപടിയെടുത്താൽ അത് വലിയ പുലിവാലാകും എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയാണ്. അതിൻ്റെ അർത്ഥം പത്മകുമാറിന് എന്തൊക്കെയോ കാര്യമായി വെളിപ്പെടുത്താനുണ്ട്. അത് ബാധിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിനെ അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയാണ് എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഇനി യോഗം ചേരാൻ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് അതിനുള്ളിൽ ഈ മാസം അവസാനം വരെ ഡിസംബർ 30 വരെയാണ് പത്മകുമാറിനെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. പക്ഷേ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം കിട്ടിയേക്കുമെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും വിലയിരുത്തൽ. അങ്ങനെ ജാമ്യം കിട്ടി പത്മകുമാർ പുറത്തു വന്നാൽ പത്മകുമാറിനെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാം. അതുവരെ തൽക്കാലം പ്രശ്നത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ്, മാറി നിൽക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കട്ടെ എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. അതായത് പത്മകുമാറിനെ തൊട്ട് കൈ പൊള്ളിക്കാൻ ഞങ്ങളില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചോട്ടെ, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അതിൻ്റെ ഫലം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിൻ്റെ പഴി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തലക്കിരിക്കട്ടെ എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. ഇത് തന്നെ പത്മകുമാറിന് എന്തൊക്കെയോ വെളിപ്പെടുത്താൻ ഉണ്ട് എന്നതിലേക്ക് വെളിച്ചം വീശുന്നു. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പത്മകുമാർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്, അതീവ ഗുരുതരമാണ്. പല സംസ്ഥാന നേതാക്കളുടെയും തലകൾ ഉരുളും എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പ്രകോപിപ്പിക്കാതെ അനുനയത്തിൽ കൊണ്ടുപോകാൻ ഇവർ തീരുമാനിച്ചത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. പത്മകുമാർ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്ന് ഈ പറഞ്ഞതുപോലെ പാർട്ടിക്ക് വിധേയനായി പാർട്ടിയുടെ അനുനയ നീക്കത്തിനനുസരിച്ച് നിന്നാൽ മുകളിലുള്ള
ഉന്നത തലങ്ങളിലുള്ള ചിലർക്ക് രക്ഷയാവും, അല്ലെങ്കിൽ അത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലെത്തിക്കും. കാരണം പത്മകുമാർ പറയാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. അത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി മുതൽ ഇന്നത്തെ ദേവസ്വം മന്ത്രി വാസവനിലേക്ക് വരെ എത്തും. മന്ത്രിസഭയിലെ പലർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ടാകും എന്നൊക്കെ ഉള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. പത്മകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്, ജയശ്രീ പറയാനുണ്ട്, വ്യക്തത വരുത്താനുണ്ട്. മിനിറ്റ്സിൽ ഈ അധിക വാചകം എഴുതി ചേർത്തത് ആരാണ് എന്ന് ജയശ്രീയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകും. അത് പത്മകുമാറിന് കൂടുതൽ കുരുക്ക് മുറുക്കും പത്മകുമാറിൻ്റേത് എന്നും നമുക്കറിയാം. വരുന്നത് വഴിയിൽ തങ്ങില്ല, വരാനുള്ളത് തീർച്ചയായിട്ടും വന്നു ചേരും. SITയുടെ കയ്യും കാലും കെട്ടിയിടാൻ ശ്രമിക്കേണ്ട. കേസ് കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരോ അങ്ങനെയുള്ള ആരെങ്കിലും ഇതിൽ ഇടപെട്ടാൽ കുറച്ച് വൈകിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് തേച്ചുമാച്ച് കളയാൻ സാധിക്കില്ല എന്നുകൂടി വ്യക്തമാകുന്നു.